Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് യൂനുസിലെ 15-ാമത്തെ ആയത്താണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا تتلى عليهم آياتنا بينات قال الذين لا يرجون لقاءنا ائت بقرآن غير هذا أو بدله قل ما يكون لي أن أبدله من تلقاء نفسي إن أتبع إلا ما يوحى إليه إني أخاف إن عصيت ربي عذاب يوم عظيم وإذا تتلى عليهم അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ആയാത്തുന നമ്മുടെ വചനങ്ങൾ, നമ്മുടെ സൂക്തങ്ങൾ, ബയ്യിനാത്തിൻ സ്പഷ്ടമായ നിലയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനാകുന്ന വിധത്തിൽ, ഖാലല്ലദീന ലാ യർജൂന ലിഖാഅന നമ്മളെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവർ പറയും, ഇഅ്തി നീ കൊണ്ടുവരണം, ബി ഖുർആനിൻ ഒരു ഖുർആനിനെ, ഗൈരി ഹാദ ഇതല്ലാത്ത, ഔ അല്ലെങ്കിൽ ബദ്ദിൽഹു അതിൽ ചില മാറ്റങ്ങൾ വരുത്തണം. ഖുൽ നബിയെ അങ്ങ് പറയണം, മാ യകൂനു ലീ എനിക്ക് സാധ്യമല്ല, എനിക്ക് പാടില്ലാത്തതാണ്, അൻ ഉബദ്ദിലഹു അതിന് മാറ്റം വരുത്താൻ, മിൻ തിൽഖാഇ നഫ്സി എൻ്റെ ഭാഗത്തു നിന്നും, ഇൻ അത്തബിഉ ഞാൻ പിന്തുടരുന്നില്ല, ഇല്ലാ മാ യുഹാ ഇലയ്യ എനിക്ക് വഹിയായി നൽകപ്പെടുന്നതിനെ അല്ലാതെ, ഇന്നി അഖാഫു തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു, ഇൻ അസ്വൈത്തു റബ്ബി എൻ്റെ റബ്ബിനെ ഞാൻ ധിക്കരിച്ചാൽ, അനുസരണക്കേട് കാണിച്ചാൽ, അദാബ യൗമിൻ അലീം കടുത്ത ഒരു ദിനത്തിലെ ശിക്ഷയെ. ഒന്നുകൂടെ അർത്ഥം പറയും. ഇദാ തുത്ല അലൈഹിം തലാ യത്ലു എന്നുണ്ടായ വാക്കാണ് തുത്ല, പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ, അലൈഹിം അവരുടെ മേൽ, ആയാത്തുന നമ്മുടെ വചനങ്ങളെ, നമ്മുടെ സൂക്തങ്ങളെ, ബയ്യിനാത്തിൻ സ്പഷ്ടമായ നിലയിൽ, ഖാലല്ലദീന ഒരു കൂട്ടം ആളുകൾ പറയും, ലാ യർജൂന ലിഖാഅന അവർ പ്രതീക്ഷിക്കുന്നില്ല, ലിഖാഅന നമ്മളെ കണ്ടുമുട്ടേണ്ടി വരും എന്നതിനെ, ഇഅ്തി ബി ഖുർആനിൻ ഗൈരി ഹാദ ഇതല്ലാത്ത മറ്റൊരു ഖുർആനിനെ നീ കൊണ്ടുവരണം, ഔ അല്ലെങ്കിൽ ബദ്ദിൽഹു അതിൽ ചില മാറ്റത്തിരുത്തലുകൾ വരുത്തണം. ഖുൽ നബിയെ അങ്ങ് പറയുക, മാ യകൂനു ലീ അൻ ഉബദ്ദിലഹു എനിക്കത് മാറ്റുക സാധ്യമല്ല, മിൻ തിൽഖാഇ നഫ്സി എൻ്റെ ഭാഗത്തു നിന്നും, തിൽഖാ എന്ന നേരെ ഭാഗം എന്നൊക്കെയാണ്. അപ്പം മിൻ തിൽഖാഇ നഫ്സി എന്ന എൻ്റെ ഭാഗത്തു നിന്ന് എനിക്കത് മാറ്റുക, തിരുത്തുക സാധ്യമല്ല. ഇൻ അത്തബിഉ ഞാൻ പിന്തുടരുന്നില്ല, ഇല്ലാ മാ യൂഹാ ഇലയ്യ വഹി നൽകപ്പെടുക, ഔഹാ വഹി നൽകുക, വഹി എന്നാൽ ദിവ്യബോധനം, ഇല്ലാ മാ യൂഹാ ഇലയ്യ എന്നിലേക്ക് വഹി നൽകപ്പെടുന്നതിനെയല്ലാതെ ഞാൻ പിന്തുടരുന്നില്ല. ഇന്നി അഖാഫു തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു, ഇൻ അസ്വൈത്തു ഞാൻ ധിക്കരിച്ചാൽ, ഞാൻ അനുസരണക്കേട് കാട്ടിയാൽ, റബ്ബി എൻ്റെ റബ്ബിനോട്, അദാബ ശിക്ഷയെ, യൗമിൻ അലീം കടുത്ത ഒരു ദിവസത്തിലെ ശിക്ഷയെ ഞാൻ ഭയപ്പെടും. ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ അതിനോടൊരു അലസ മനോഭാവം ഉണ്ടാകാൻ പാടില്ല.
ഖുർആൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ ഉറങ്ങുക, ഖുർആനെ ഇങ്ങനെ എടുത്ത് കൈ പിടിച്ച് കാണ്ട് മറ്റു വർത്തമാനത്തിൽ ഏർപ്പെടുക, ഒക്കെ ഒഴിവാക്കേണ്ട. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യന്മാരുടെ കലാമല്ല, ഇത് അള്ളാൻ്റെ കലാമാണ്. ഇതിനെ നമ്മൾ അവഗണിച്ചാൽ നമ്മൾ അള്ളാഹിനെ അവഗണിച്ചു. നമ്മൾ ഒരാൾ മുമ്പേ ഇരിക്കുമ്പോൾ അയാൾ അവഗണിച്ച് വർത്താനം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണണം. അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. ഈ ഖുർആനിനെ പൂർവികരൊക്കെ സ്വീകരിച്ചിരുന്ന പല രീതികളുണ്ട്. അതിലൊന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാകും, എന്നാലും ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പൂർവികരിലെ പ്രാമാണികനായ പ്രമുഖനായ പണ്ഡിതനാണ്. താബിഇയാണ്. താബിഇ എന്ന് പറഞ്ഞാൽ ആരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹാബിയെ പിന്തുടർന്ന ആളാണ്. മുഅ്മിനും മുസ്ലിമുമായിക്കൊണ്ട് സഹാബിയോടൊത്ത് അല്പസമയം ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾക്കാണ് താബിഇ എന്ന് നമ്മൾ പറയുക. പിന്തുടരുന്നവൻ എന്നാണ് വാക്കിനർത്ഥം. ഹസനുൽ ബസരി അതിലെ വളരെ പ്രമാണിയാണ്, പ്രമുഖനാണ്, പണ്ഡിതനാണ്, ഖുർആൻ വ്യാഖ്യാതാവാണ്. എല്ലാ ഭാഷകളിലുമുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. മലയാളത്തിലുമുണ്ട് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ. എല്ലാ പരിഭാഷകളിലും ഒരിടത്ത് അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഉദ്ധരിച്ചിട്ടുണ്ടായിരിക്കും. അറബി പരിഭാഷകളിലുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സേവനങ്ങളൊക്കെ ചെയ്യുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുപോയി വെച്ചു. ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അശ എന്ന ഭക്ഷണം. ബദ യഅ്കുലു മിൻഹു, ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക. വസമിഅ ഖാരിഅൻ യത്ലു, ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം എവിടെ നിന്നോ ആരോ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്. അത് ശ്രദ്ധിക്കുകയാണ്. എന്താ ഓതുന്നത്? ഇന്ന ലദൈനാ അൻകാലൻ വജഹീമ വതഅമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമ. ഈ സൂക്തം കേൾക്കുക. അപ്പോൾ അദ്ദേഹം അത് ആലോചിക്കുകയാണ്. ഇന്ന ലദൈന, അള്ളാഹ് പറയാൻ നമ്മുടെ പക്കലുണ്ട്, നമ്മുടെ അടുക്കലുണ്ട്, അങ്കാലൻ, കാലിനണിയിക്കുന്ന ചങ്ങലകൾ, കാൽ ചങ്ങല. കൊടും കുറ്റവാളികളെ കാലിന് ചങ്ങലക്കിട്ടിട്ടാണ് പോലീസുകാരൊക്കെ പിടിക്കുക. എന്ന മാതിരി കാലിന് ചങ്ങലക്കിടുന്ന ആ ചങ്ങല നമ്മുടെ കയ്യിലുണ്ട്. ജഹീമ, നരകശിക്ഷയുമുണ്ട്. ജഹീം എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ഒരു പര്യായമാണ്. തൊണ്ടയിൽ കുടുങ്ങണ ഭക്ഷണം, കഴിക്കാനാവാത്ത, ഇറക്കാനാവാത്ത വരിയ പോലെയുള്ള ഭക്ഷണവും നമ്മൾ ശിക്ഷയായി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വഅദാബൻ അലീമ, വേദനയുള്ള വേറെയും ശിക്ഷകൾ. സൂറത്ത് മുസമ്മിലിലെ സൂക്തമാണ്. ഇതിങ്ങനെ എവിടെ നിന്നോ പാരായണം ചെയ്യുന്നത് അദ്ദേഹം ശ്രദ്ധിച്ച് കേൾക്കുക. ഫഖാല, അപ്പോൾ യാ ജാരിയ, പെൺകുട്ടിനോട് അദ്ദേഹം പറയുകയാണ്, ഇർഫാ യാഷാക്ക, നമ്മളെ ഭക്ഷണം എടുത്തു കൊണ്ടേക്കോ. എനിക്ക് ഭക്ഷണം വേണ്ടാന്ന്. ഇത് കേട്ടപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നണില്ല, ഭക്ഷണത്തിന് രുചി വരുന്നില്ല. അപ്പം എനിക്കിനി ഭക്ഷണമൊന്നും വേണ്ട, ഇത് തന്നെ ധാരാളമായി എന്ന് അദ്ദേഹം പറയും. വമാസാല യുറദ്ദിദുലായ, അദ്ദേഹം ഇത് തന്നെ ആവർത്തിക്കാണ്. ഇന്ന ലദൈന അൻകാലൻ വജഹീമ വതഅമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമ. നമ്മുടെ അടുക്കൽ ചങ്ങലകളുണ്ട്, നരകശിക്ഷയുമുണ്ട്. പിന്നെ തൊണ്ടയിൽ നിന്ന് ഇറക്കാനാവാത്ത ഭക്ഷണമായിരിക്കും നൽകപ്പെടുക. അതോടൊപ്പം നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയും ഉണ്ടാകും. ഇതിങ്ങനെ ആവർത്തിക്കുക. യബ്കി, കരയ, ബഖയ്യത ലൈലത്തിഹി, ആ രാത്രി മുഴുവൻ പിന്നെ കരയ. എന്താ കാരണം? ഈ നരകശിക്ഷ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങോട്ട് വരിക. അപ്പോൾ നരകത്തെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്ന സൂക്തങ്ങൾ വായിക്കുമ്പോൾ വളരെ നിസ്സാരമായും ലളിതമായും വളരെ ഒരു ശ്രദ്ധയില്ലാത്ത വിധത്തിലല്ല ആ ശിക്ഷ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. ബഷീറും നദീർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഷീറാണ്, നദീറാണ്. എന്തായി നദീർ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്ക് അതികഠിനമായ ശിക്ഷ പരലോകത്ത് ലഭിക്കും. അതാണ് നദീർ. അപ്പോൾ പരലോക ശിക്ഷയെ സംബന്ധിച്ച് പരാമർശിക്കുന്ന സൂക്തങ്ങൾ ഓതുമ്പോൾ നിസ്സാരമായി അവഗണനയോടുകൂടി ഒരേ ഈണത്തിലും താഴ്ത്തി, നമുക്കെല്ലാം ഒരേമാതിരിയാണല്ലോ, അങ്ങനെയല്ല ഓതേണ്ടത്. അവിടെ നിർത്തണം, ആലോചിക്കണം, അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് രാത്രി മുഴുവനും ആ ആയത്ത് കഴിച്ചു കൂട്ടിയെന്ന കരഞ്ഞുകൊണ്ട് ഭക്ഷണം പോലും വേണ്ടാന്ന് പറഞ്ഞു. ഭക്ഷണം വേണ്ടാത്ത വണ്ണം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അത് പിടിച്ച് മതിക്കുകയാണ്, മനസ്സിനെ പിടിച്ച് കുളിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ആ മഹാന്മാരുടെ പദവിയിലേക്ക് ഒന്നും നമുക്ക് ഉയരാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ ഓതുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടല്ല അതിൽ ഇനിയും കുട്ടികളെയും പെടുത്തല്ലേ, അതിൽ ഇനിയും സഹപ്രവർത്തകരെയും പെടുത്തല്ലേ എന്ന് ദുആ ചെയ്യാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ രണ്ട് കാര്യം അറിയണം.
ഒന്ന് ഓതുന്നത് എന്താണെന്ന് അറിയണം, എന്താണ് ഞാൻ വായിച്ചതിൻ്റെ ആശയം എന്നറിയണം. രണ്ട്, എങ്ങനെയാണ് ഓതേണ്ടതെന്ന് അറിയണം. ഇത് രണ്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അബദ്ധം പറ്റുന്നത് പ്രിയമുള്ളവർ. അപ്പോൾ ഞാൻ ചുരുക്കിയിട്ട് ഇന്ന് ഓതി വെച്ചതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ, അതിൽ പരലോക വിശ്വാസം ഇല്ലാത്തവരുണ്ട്, പരലോക വിശ്വാസം ഉള്ളവരുണ്ട്. ഉള്ളതിൽ തന്നെ പുനർജന്മം, പുനർജീവിതം, ഇങ്ങനെയൊക്കെ ഇനി അഥവാ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശുപാർശക്കാർ, ഞങ്ങളുടെ ശഫാഅത്തിനുള്ള ആൾക്കാരുണ്ട്, ഞങ്ങളുടെ ദൈവങ്ങളൊക്കെ ഉണ്ടാകും, അവരൊക്കെ ഞങ്ങളെ അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തും എന്നൊക്കെ ധരിച്ചിട്ടുള്ള ആൾക്കാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇത്തി ബി ഖുർആനിൻ ഗൈരി ഹാദ, ഇതല്ലാത്ത വേറെന്തെങ്കിലും ഒരു ഖുർആൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാരമ്പര്യങ്ങൾക്ക് സ്വീകാര്യത നൽകുന്ന, ഞങ്ങളുടെ ആചാരങ്ങൾക്കും അത്യാചാരങ്ങൾക്കും അനുമതി നൽകുന്ന ഒരു ഖുർആൻ. ഇതിപ്പോൾ ബഹുദൈവത്വത്തോടും ഇത്തരം ശുപാർശ വിശ്വാസങ്ങളോടുമൊക്കെ കടുത്ത എതിർപ്പ്, ഒരു തരത്തിലും അത് അംഗീകരിക്കണില്ല ഖുർആൻ. ബഹുദൈവത്വം അംഗീകരിക്കില്ല. പരലോക വിശ്വാസത്തിൻ്റെ ശരിയായ വിധമല്ലാത്ത മറ്റെല്ലാത്തിനെയും നിരാകരിക്കുക. ഇതെന്ത് ഖുർആനാണ്? ഇങ്ങനെയുള്ള ഖുർആൻ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അത് ഞങ്ങളോട് അല്പം ഒരു രാജിയാകണം. ഞങ്ങളുടെ വിശ്വാസങ്ങളോടും ഞങ്ങളുടെ ആചാരങ്ങളോടും ഞങ്ങളുടെ പാരമ്പര്യങ്ങളോടും ഞങ്ങളുടെ കാക്കക്കാരണവന്മാർ വഴിയായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നതിനോടും അല്പം രാജിയാകുന്ന വിധത്തിലുള്ള ഖുർആനാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ സ്വീകരിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും അവകാശങ്ങൾക്കും ഒന്നും ഒരു പോറലും ഏൽപ്പിക്കാൻ പാടില്ല. അത്തരത്തിലുള്ളൊരു ഖുർആൻ ആയിക്കോട്ടെ, എന്നാൽ ഞങ്ങൾ സ്വീകരിച്ചോളാം. അതാണ് ഇഅ്തി ബി ഖുർആനിൻ ഗൈരി ഹാദ, ഇതല്ലാത്ത വേറൊരു ഖുർആൻ, ഇത് ഏതായാലും ഇത് ഉണ്ടാക്കിയതാണ്, അങ്ങനെ ഒരു വാദമാണ്, ഇതെന്തായാലും നിൻ്റെ വകയാണ്, എന്നാൽ ഇത് മാറ്റിയിട്ട് ഞങ്ങളോട് അല്പം കൂടി മാന്യത കാണിക്കുന്ന വിധത്തിലാവണം നിൻ്റെ ഖുർആൻ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകൾ പറയുന്നതിനനുസരിച്ച വിധത്തിലുള്ളൊരു ഖുർആനാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം. ഔ ബദ്ദിൽഹു, അല്ലെങ്കിൽ ചില ഭേദഗതികളൊക്കെ വരുത്തണം. അതിൽ പറഞ്ഞ എല്ലാറ്റിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല, ചിലതൊക്കെ ഞങ്ങൾക്ക് അനുസൃതമാവട്ടെ, അങ്ങനെ നിനക്ക് മാറ്റിക്കൂടെ എന്നിത്യാദി തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ അദ്ദേഹം അതിന് പറയുന്ന മറുപടിയാണ് തുടർന്ന് വരുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവരുടെ ഒന്ന് പരിഹാസമാണ്, മറ്റൊന്ന് നിഷേധമാണ്. ഈ പരിഹാസവും നിഷേധവും ഉള്ളത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. പിന്നെ ഒരു ഒത്തുതീർപ്പ്, അങ്ങനെ ഉണ്ടല്ലോ, വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനു, സൂറത്തു നജ്മിലാണ്, അത് ഖലമിലാണ്. വദ്ദു അവരാഗ്രഹിക്കുന്നത് ലൗ തുദ്ഹിനു, നീ അല്പം ഒന്ന് മയപ്പെടുത്തിയാൽ, അല്പം ഒന്ന് മയപ്പെടുത്തുക, ഫയുദ്ഹിനു എന്നാൽ അല്പം നിങ്ങളോടുള്ള എതിർപ്പിനും വിമർശനത്തിനും മയപ്പെടുത്തും. ദുഹിന് നമ്മളതിൽ സോപ്പ് ഇടുക, അതിനെ എണ്ണ ഇടുക എന്നാണ് അവർ. വദ്ദു അവർ ആഗ്രഹിക്കുക, കൊതിക്കലോ തുദ്ഹിനു ഫയുദ്ഹിനു, താങ്കൾ അല്പമൊന്ന് മയപ്പെടുത്തിയാൽ അവരും മയപ്പെടുത്തും എന്നിങ്ങനെ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതും ഒക്കെ കൂടിയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. ഖുർആനിലെ എല്ലാ നിയമമൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഖുർആനിലെ സാമൂഹ്യ നീതിയും നിയമമൊക്കെ ഓക്കെ, അതൊക്കെ ശരി, ഖുർആൻ അങ്ങനെ. പക്ഷേ ബഹുദൈവത്വത്തിൻ്റെ കാര്യം വരുമ്പോൾ ഖുർആനിനെയും ഇസ്ലാമിനെയൊക്കെ വലിയ മതിപ്പോടുകൂടി പറയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും? വിഗ്രഹാരാധന സ്വീകരിക്കും. എന്നാൽ ഖുർആനോട് അവർക്ക് വലിയ മതിപ്പാണ്, ആദരവോടുകൂടി ഖുർആൻ ഓതും, ഖുർആൻ പഠിക്കും, മുസ്ലിം സഭകളിൽ പ്രസംഗിക്കും. എന്നാലും ബഹുദൈവത്വം അവർ ഉപയോഗിക്കും. എല്ലാ കാലത്തും ഉള്ളതാണ്. അതേമാതിരി ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും കൊള്ളാം, പക്ഷെ ആ പെണ്ണുങ്ങൾ പർദ്ദുണ്ടല്ലോ, അത് പറ്റില്ല. പെണ്ണുങ്ങൾ ഔറത്ത് മറക്കണമെന്നാണ്, പർദ്ദ ധരിക്കണം എന്നുണ്ടോ? കറുത്ത പർദ്ദ ആവണമെന്നുണ്ടോ? ഇല്ല, മാന്യമായ വേഷമായിരിക്കണം. അല്ലാതെ കറുത്ത പർദ്ദ ധരിക്കണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിരിക്കണം, അതൊന്നുമില്ല. മാന്യതയുടെ വേഷം ധരിക്കണം എന്നാണ്. അതിനെ വിമർശിക്കും. ഇസ്ലാം ഒക്കെ കൊള്ളാം, പക്ഷെ അനന്തരാവകാശ നിയമത്തിൽ സ്ത്രീകളോട് വിവേചനം കാണിക്കുന്നു. അവർക്ക് പകുതിയല്ലേ ഉള്ളൂ സ്വത്ത്. അതിൻ്റെ ന്യായവും അതിൻ്റെ നീതിയൊന്നും അവർക്ക് മനസ്സിലാക്കണില്ല. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ശരിയായ നീതി. അള്ളാഹ് വെച്ച് തന്നെയാണ് അതിൻ്റെ നിയമം, അതിനാണ് ശരിയായ വിധം. അത് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്നു. അതുപോലെ മറ്റു ദൈവങ്ങളെ, അതേരാ ഈ പ്രതിമകളും പ്രതിഷ്ഠകളും അവരോടൊക്കെ അല്പം രാജിയാവുന്നുണ്ട്. അതിന്ന് ഇതിന്നും കൂടെ എടുത്ത് കണ്ട് അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയ മാതിരി ദീന ഇലാഹി എന്ന മാതിരിയൊക്കെ ആയിക്കൂടെ എന്ന് പറയുന്ന ആൾക്കാർ ഇന്നും. ഇത് അല്ലാഹു തആല
ഒരു നിലക്കും അല്ലാഹു തആല അംഗീകരിക്കാത്തതാണ്. പ്രവാചകനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിനെ തിരസ്കരിച്ചതാണ്. ഖുൽ അങ്ങ് പറയണം മാ യകൂനു ലി അൻ ഉബദ്ദിലു എനിക്കത് മാറ്റാൻ പറ്റൂല. ഇൻ അത്തബിഉ മിൻ തിൽഖാഇ നഫ്സി എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു മാറ്റമോ തിരുത്തലോ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ എനിക്ക് എൻ്റെ ദൈവം എൻ്റെ അള്ളാഹു എൻ്റെ നാഥൻ വഹയായിട്ട് നൽകിയതെന്തോ അതിനെ പിന്തുടരുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നി അഖാഫു ഇൻ അസൈതു ഇസ്യാൻ അനുസരണക്കേട് ഞാൻ എൻ്റെ റബ്ബിനോട് അനുസരണക്കേട് ചെയ്താൽ ഞാൻ പേടിക്കുന്നു അദാബ യൗമിൻ അലീം ഒരു കടുത്ത ദിനത്തിലെ ഒരു വലിയ ദിനത്തിലെ എന്ന് അർത്ഥം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഒരു മഹാദിനത്തിലെ എന്താ കടുത്ത ദിനം മഹാദിനം അന്ത്യനാളാണ്. അന്ന് വരാനിരിക്കുന്ന ശിക്ഷയെ ഞാൻ പേടിക്കുന്നു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമ്മൾ സൂറത്ത് അൻആമിൽ വായിച്ചിട്ടുണ്ട്. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അലീം. സൂറത്ത് സുമറിൽ ഇനിയും വരുന്നുണ്ട്. അതാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എൻ്റെ നാഥനോട് അനുസരണക്കേട് കാണിച്ചാൽ അതികഠിനമായ ഒരു ദിനത്തിലെ ശിക്ഷയെ ഞാൻ പേടിക്കുന്നു. അപ്പോൾ നമുക്കിത് പറയാൻ കഴിയണ്ടേ? ഞാൻ എൻ്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചാൽ അവൻ്റെ നിയമത്തിൽ മായം ചേർത്താൽ അവൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നാൽ നമ്മളും പേടിക്കണ്ടേ? അള്ളാഹിൻ്റെ ദൂതര് പറയാ എനിക്ക് പേടിയാണെന്ന്. അപ്പോൾ നമ്മളുടെ അവസ്ഥയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കടുത്ത ശിക്ഷയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഒന്നുകൂടി അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വഇദാ തുത്ല അലൈഹിം ആയാതുന നമ്മുടെ സൂക്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ബയ്യിനാത്തിൽ വ്യക്തമായ നിലയിൽ ഖാലല്ലദീന ലാ യർജൂന ലിഖാഅന നമ്മളെ കണ്ടുമുട്ടേണ്ടി വരും എന്നതിനെ പ്രതീക്ഷിക്കാത്തവർ പറയുന്നു ഇഅ്തി ബി ആത്ത എന്നുള്ളതിൻ്റെ കൽപ്പനയാണ് ഇഅ്തി ആത്തി എന്നും പറയുന്നുണ്ട് ഇല്ലേ? ഇഅ്തി ബി ഖുർആനിൻ നീ ഒരു ഗൈരി ഹാദ ഇതല്ലാത്ത ഗൈറാന ഒഴികെ ഇതല്ലാത്ത എന്നർത്ഥം ഇതല്ലാത്ത ഒരു ഖുർആനിനെ നീ കൊണ്ടുവരണം. ഔ ബദ്ദിൽഹു അല്ലെങ്കിൽ ഇതിനെ പകരമാക്കണം ബദലാക്കണം മാറ്റിക്കൊണ്ടുവരണം. ഖുൽ മാ യകൂനു ലി അൻ ഉബദ്ദിലഹു അങ്ങ് പറയണം എനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഇതിനെ മാറ്റുക സാധ്യമല്ല. മിൻ തിൽഖാഇ നഫ്സി എൻ്റെ ഭാഗത്തു നിന്നും. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ എനിക്ക് വഹയായി നൽകപ്പെടുന്നതിനെ അല്ലാതെ ഞാൻ പിന്തുടരുന്നില്ല. ഇന്നി അഖാഫു തീർച്ചയായും ഞാൻ പേടിക്കുന്നു ഇൻ അസൈതു ഞാൻ അനുസരണക്കേട് കാണിച്ചാൽ അദാബ യൗമിൻ അലീം കടുത്ത ഒരു ദിനത്തിലെ ശിക്ഷയെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും മക്കളെ മരുമക്കളെ പേരക്കുട്ടികളെ സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുള്ള സഹോദരന്മാരെ സഹപ്രവർത്തകരെ എല്ലാവരെയും നരകശിക്ഷയിൽ നിന്ന് മുക്തരാക്കുമാറാവട്ടെ. നരകത്തിലാണ് രേഖപ്പെട്ട് കിടക്കുന്നതെങ്കിൽ അള്ളാഹ് അത് മായ്ച്ചിട്ട് ഞങ്ങളെ നീ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ പെടുത്തുമാറാക്കണേ രക്ഷിതാവേ. സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ അത് ഉറപ്പിച്ച് നിർത്തണേ. അതിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തണമേ. ആ രേഖയിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തുമാറാകണേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി